ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് രസകരമായ ഒരു ടോപ്പിക്കാണ് സീറോ ആർട്ടിക്കിൾസ്. എന്താണ് അതിന്റെ അർത്ഥം? ആർട്ടിക്കിൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം, എ ആൻഡ് ദി. അപ്പം സീറോ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തൊരു അവസ്ഥ. സോ സ്റ്റോപ്പ് മേക്കിംഗ് ദീസ് മിസ്റ്റേക്സ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൊതുവെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിർത്തുക. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ ഉദ്ദേശം. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനെല്ലാത്തിനു മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റിവല്യൂഷണറി ലേൺ ഇറ്റ് ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ യു നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞങ്ങളുടെ വക ഗ്യാരണ്ടി. ഓൾ റൈറ്റ്. സോ വാട്ട് ആർ ആർട്ടിക്കിൾസ്? എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾസ്? അതായത് ആൻഡ് ദി, ഇതൊക്കെ എന്താണ് സംഭവം? ആർട്ടിക്കിൾസ് ആർ adjectives, like adjectives, articles modify nouns. adjectives എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സംഭവം? noun, adjective. noun എന്ന് പറഞ്ഞാൽ കർത്ത. അപ്പം കർത്തേനെ വിശേഷിപ്പിക്കുന്ന സാധനമാണ് adjectives. അപ്പം ആർട്ടിക്കിൾസും ഒരു തരത്തിൽ adjectives ആണ്. നമ്മൾ ഈ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വർണ്ണിപ്പിക്കുക മാത്രമല്ല. അപ്പം നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. സോ അത്തരം നൗൺസിനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ കോട്ട് ചെയ്ത് പറയുന്നതും ഈ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ്. സോ അതിനെ നമ്മൾ adjectives നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. സോ ആൻഡ് ദി നമ്മൾ പറയില്ലേ, an orange, an apple, a car അല്ലെങ്കിൽ ദി ഹൗസ്. സോ ഇത്തരം രീതിയിൽ നമുക്ക് ആ ഒരു നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. അത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. അപ്പം എന്തായിരിക്കും zero article? If the noun has a zero article, it means that no article will be used before the noun. അതായത് നൗണിന്റെ മുമ്പിൽ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ സീറോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. വാവ്! അതപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, he ordered ham and eggs. അല്ലെങ്കിൽ do you want coffee or tea? Do you want a coffee or a tea? എന്ന് നമ്മൾ പറയില്ല, do you want coffee or tea? നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കില്ലേ, ആ സമയത്ത് നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദ കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, ആ കോഫി വേണോ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ കോഫി ആണോ ചായ ആണോ നമ്മൾ ചോദിക്കില്ലേ, ആ സമയത്ത് നമ്മൾ ഡു യു വാണ്ട് കോഫി ഓർ ടീ. അപ്പം ഈ നൗണിന്റെ മുമ്പിലൊന്നും നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് സീറോ ആർട്ടിക്കിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഹി ഓർഡേർഡ് ഹാം ആൻഡ് എഗ്സ്. ഹാം ആൻഡ് എഗ്സിന് ഹി ഓർഡേർഡ് എ ഹാം ആൻഡ് എ എഗ്. ലിറ്ററലി എന്താ പറയാ, തെറ്റാണ്. അപ്പം ഹി ഓർഡേർഡ് ഹാം ആൻഡ് എഗ്സ് നമ്മൾ ജനറൽ ആയിട്ട് പറയണം, അവൻ അതും ഇതുമാണ് വാങ്ങിയത്, ഇത്രേ ഉള്ളൂ. അപ്പം അതിനകത്ത് എത്ര എണ്ണം വാങ്ങി എന്നുള്ളതൊക്കെ പിന്നീട് ആ കോൺവെർസേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിമൈൻഡർ അബൌട്ട് Capshine's 30 days free trial. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈവ് ക്ലാസ്സസ്, സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്. ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് എവിടെയൊക്കെ ലാഗ് ചെയ്യുന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാനായിട്ട്. അവർ പറയും ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് പഠിത്തം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ ഡെയിലി മൈക്രോ ലെസൺസും തരുന്നതായിരിക്കും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പാക്കേജ്. ഇത് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. റൈറ്റ്? സോ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ യൂസ് സീറോ ആർട്ടിക്കിൾ വിത്ത് അൺകൗണ്ടബിൾ ഓർ പ്ലൂറൽ നൗൺസ്. അപ്പം നമ്മൾ സീറോ ആർട്ടിക്കിൾ എന്താണെന്ന് കണ്ടു. അപ്പം ഇത് ഏതിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്? ഈ ഉപയോഗിക്കേണ്ടതെന്നാണ് സീറോ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഇല്ലാത്തൊരവസ്ഥ. അല്ലാണ്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാതെ, സീറോ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അത്തരം സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഉദ്ദേശിച്ചതിൻ്റെ ഈ ടോപ്പിക്കിന്റെ അർത്ഥം. അപ്പം അൺകൗണ്ടബിൾ നൗൺസ് എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൗണ്ടബിളും അൺകൗണ്ടബിളും നൗൺസും. എന്തൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ പൊതുവെ സീറോ ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കാറ്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഫ്രഷ് ബ്രെഡ് സ്മെൽസ് ഡിലീഷ്യസ്. ഫ്രഷ് ബ്രെഡ് സ്മെൽസ് ഡിലീഷ്യസ്. ഇവിടെ അപ്പം നമ്മൾ വിചാരിക്കും ബ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാമല്ലോ, പക്ഷെ അത് ബ്രെഡ് സ്ലൈസ് ആണ്. അപ്പോൾ ശരിക്കും ബ്രെഡിന്റെ ആ ഒരു എൻറ്റയർ ഒരു പീസ് അത് ബ്രെഡ് ലോഫ് ആണ്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ആ ഒരു മാവൊക്കെ കൂട്ടിയിട്ടെല്ലാം കുഴച്ച് കിട്ടുന്ന ഒരു സാധനം, അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ലോഫ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 3-4 ലോഫ് ഉണ്ട്, ബ്രെഡ് ലോഫ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും 5-6 സ്ലൈസ് ഉണ്ടെന്ന്. പക്ഷെ ആസ് എ ജനറൽ പറയുമ്പം ബ്രെഡ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. മിൽക്ക് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മിൽക്കിന് എന്തെങ്കിലും ലിറ്റേഴ്സിന്റെ കേസിൽ പറയാൻ പറ്റും, അതുപോലെ തന്നെയാണ് ബ്രെഡും. സോ ഫ്രഷ് ബ്രെഡ് സ്മെൽസ് ഡിലിഷ്യസ്. അപ്പൊ ഇവിടെ നമ്മൾ ദ അല്ലെങ്കിൽ എ ഫ്രഷ് ബ്രെഡ്
അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു എന്നുള്ളത് എന്ത് ബ്രെഡ് എന്ന് പറഞ്ഞാൽ അപ്പം അൺകൗണ്ടബിൾ ആണ്. ഒരു എന്നുള്ളതിന് അവിടെ പ്രസക്തി ഇല്ല. ദ ഫ്രഷ് ബ്രെഡ് സ്മെൽസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിനെങ്കിലും സ്പെസിഫൈ ചെയ്യാണ് അവിടെ. അപ്പം ഓൾറെഡി അതിന് കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. അല്ലാണ്ട് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ ഫ്രഷ് ബ്രെഡ് അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാരണമില്ല. അതാണ് അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പിൽ. സോ ഫ്ലാസ് എന്ന് പറയുന്നത് ഫ്ലാസ് ഗ്രോ ഇൻ സ്പ്രിങ്സ്. ഫ്ലാസ് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ നൗൺ ആണ് അല്ലെ. എ ഫ്ലാസ് എന്ന് നമ്മൾ പറയില്ല, എ ഫ്ലാ എന്ന് നമ്മൾ പറയും. ദ ഫ്ലാസ് ഗ്രോ ഇൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഏതൊരു കോൺവെർസേഷന്റെ ഭാഗമാണ്, നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാണ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഫ്ലാസ് ഗ്രോ ഇൻ സ്പ്രിംഗ്, പൂക്കള് സ്പ്രിംഗിൽ സ്പ്രിംഗ് കാലത്ത് പൂക്കൾ പൂക്കും അല്ലെങ്കിൽ പൂക്കൾ വളരും. അത് നമ്മൾ ജനറൽ ആയിട്ട് പറയണം. ഇന്ന പർട്ടിക്കുലർ പൂക്കൾ എന്ന് നമ്മൾ പറയുന്നില്ല. ഇത്തരം ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സീറോ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീറോ ആർട്ടിക്കിൾ വിത്ത് മീൽസ്, സ്പോർട്സ് ഓർ നെയിംസ് ഓഫ് പ്ലേസസ്. സ്പോർട്സ്, മീൽസ്, അതായത് ഏത് സമയത്ത് ലഞ്ച്, ഡിന്നർ, അത്തരം ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് ഡു യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? സോ അത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ഇതാണ്. ഡു യു പ്ലേ ക്രിക്കറ്റ്? അഗൈൻ ദ ക്രിക്കറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിക്കറ്റ് എന്നുള്ള ഒരു കളിയേ ഉള്ളൂ. അപ്പം ഡു യു പ്ലേ ക്രിക്കറ്റ്? അഗൈൻ അത് വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മൈ ഫ്രണ്ട് ലിവ്സ് ഇൻ ഓസ്ട്രേലിയ. കൺട്രീസിന്റെ മുമ്പിൽ നമ്മൾ പൊതുവെ ദ ഉപയോഗിക്കാറില്ല. പക്ഷെ നാഷണാലിറ്റി സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഐ എം ആൻ ഇന്ത്യൻ, അല്ലെങ്കിൽ ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഷീ ഈസ് എ ഫ്രഞ്ച് ലേഡി. പക്ഷേ കൺട്രി പറയാൻ നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ദ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, സോ മൈ ഫ്രണ്ട് ലിവ്സ് ഇൻ ഓസ്ട്രേലിയ. കൂൾ. യൂസ് സീറോ ആർട്ടിക്കിൾ വിത്ത് ലാംഗ്വേജസിനെ കുറിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹീ സ്പീക്സ് സ്പാനിഷ് അല്ലെങ്കിൽ ഷീ നോസ് ജാപ്പനീസ്. ഹീ സ്പീക്സ് ദ സ്പാനിഷ്. സ്പാനിഷ് ഒന്നേ ഉള്ളൂ. ഹീ സ്പീക്സ് സ്പാനിഷ്. ഷീ നോസ് ജാപ്പനീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷീസ് എ ഫ്രഞ്ച് ലേഡി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഫ്രഞ്ച് ലേഡി ആണെന്ന്. അല്ലാണ്ട് ഫ്രഞ്ച് എന്നുള്ള കാര്യമല്ല, സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയണത് എ ഫ്രഞ്ച് ലേഡി എന്നുള്ള രീതിയിൽ. അതാണ്. അപ്പൊ അവിടെ നോക്കണം, നമ്മൾ ആ ലേഡീന്റെ വിശേഷിപ്പിക്കുവാണ്, അല്ലാണ്ട് ഫ്രഞ്ചിനല്ല നമ്മളവിടെ വിശേഷിപ്പിക്കുന്നത്. കൂൾ. യൂസ് സീറോ ആർട്ടിക്കിൾ വിത്ത് ഡേയ്സ്, വീക്സ് ആൻഡ് മന്ത്സ്. അഗൈൻ നെക്സ്റ്റ് വീക്ക് വി വിൽ ഹാവ് എ ടെസ്റ്റ്. കണ്ടോ, ഇവിടെ അപ്പം നമ്മൾ വിചാരിക്കും ടെസ്റ്റ് ഇവിടെ ഒരു നൗൺ ആണ്. വി വിൽ ഹാവ് എ ടെസ്റ്റ്. വീക്ക്, ഈ ഒരു സംഭവത്തിന് നമ്മൾ നെക്സ്റ്റ് ദ വീക്ക്, നെക്സ്റ്റ് എ വീക്ക് ഇല്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. നെക്സ്റ്റ് വീക്ക് എന്നേ നമ്മൾ പറയാറുള്ളൂ. യുവർ അപ്പോയിന്റ്മെന്റ് ഈസ് ഓൺ മൺഡേ. യുവർ അപ്പോയിന്റ്മെന്റ് ഈസ് ഓൺ ദ മൺഡേ. ദ മൺഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ കുറെ മൺഡേകളുള്ളതിൽ ഏതോ ഒരു മൺഡേ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഒരു ഓൺ മൺഡേ, വരുന്ന മൺഡേ ആയിരിക്കും. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. മൈ ബർത്ത്ഡേ ഇസ് ഇൻ ജൂൺ. ഈസ് ഇൻ ദ ജൂൺ, ഈസ് ഇൻ എ ജൂൺ ഇല്ല. അത് ഈസ് ഇൻ ദ ജൂൺ എന്ന് പറഞ്ഞാൽ കുറെ ജൂണുകളുണ്ടോ? ഇല്ല, ഒരു ജൂണേ ഉള്ളൂ വർഷത്തില്. സോ മൈ ബർത്ത്ഡേ ഇസ് ഇൻ ജൂൺ. സിമ്പിൾ. ഇനി ഇത്രയും നമ്മൾ നോക്കിയതിൽ വെച്ച് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്തോരം പോയി നോക്കാം. ലെറ്റ്സ് പ്ലേ ബ്ലാങ്ക് കാർഡ്സ് ടുഡേ. ലെറ്റ്സ് പ്ലേ, ഇവിടെ എന്താ വേണ്ടത്? സീറോ ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ? ലെറ്റ്സ് പ്ലേ കാർഡ്സ് ടുഡേ. ഇവിടെ സീറോ ആർട്ടിക്കിൾ ആണ്. അതായത് ഇതിനകത്തൊന്നും ലെറ്റ്സ് പ്ലേ ദ കാർഡ്സ് ടുഡേ എന്നല്ല. നമ്മൾ ഓൾറെഡി, അപ്പം ഞാൻ പറഞ്ഞു ദ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ സ്പെസിഫൈ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചീട്ട് കളിക്കാം എന്ന് പറയുന്നത്. അതാണ് ലെറ്റ്സ് പ്ലേ കാർഡ്സ് ടുഡേ. സിമ്പിൾ. അപ്പൊ അവിടെ ആർട്ടിക്കിൾസിന്റെ ആവശ്യമില്ല. ഐ കെൻ റൈറ്റ് ഓൺലി ഇൻ ബ്ലാങ്ക് ഹിന്ദി. ഇതെന്താണ്? ഇതൊരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിന്റെ മുമ്പിൽ ദ ഉപയോഗിക്കണോ? വേണ്ട. ഇവിടെയും സീറോ ആർട്ടിക്കിൾ ആണ്. ഐ കെൻ റൈറ്റ് ഓൺലി ഇൻ ഹിന്ദി. ഐ കെൻ റൈറ്റ് ഓൺലി ഇൻ ദ ഹിന്ദി ഇല്ല. ഹിന്ദി ഒരെണ്ണേ ഉള്ളൂ. ദ ഹിന്ദി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം ഒരെണ്ണേ ഉള്ളൂ. സോ അതിനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഐ ഹാവ് ബ്ലാങ്ക് ഫീവർ. ഇവിടെ നമുക്ക് എന്താണ്? സീറോ ആർട്ടിക്കിൾ ആണോ ആണോ? വെൽ, ആക്ച്വലി ഇവിടെ ആർട്ടിക്കിൾ വേണം. അതും ഇതാണ് കറക്റ്റ്. ഐ തിങ്ക് ഐ ഹാവ് എ ഫീവർ. ഫീവർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിറ്റുവേഷൻ ആണ് ബോഡിയുടെ. അപ്പം അത് ഹൈ ഫീവർ, അതായത് ടെമ്പറേച്ചർ കൂടുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും അത് കൂടാം. ഹൈ ആവാം, ലോ ആവാം. പക്ഷെ എന്നാലും നമ്മളപ്പം സ്പെസിഫൈ ചെയ്യണം. ഐ തിങ്ക് ഐ ഹാവ് എ ഫീവർ, കോൾഡ്, കഫ് എന്താണെങ്കിലും നമ്മളത് സ്പെസിഫൈ ചെയ്തിടണം. അപ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. എക്സെപ്ഷണൽ കേസസ് ഒരുപാടുണ്ട്. ലാംഗ്വേജ് ആകുമ്പോൾ ഒരുപാട് റൂൾസ് ഉണ്ടാവും. സോ നമുക്ക് ആദ്യം ഇതിന്റെ കറക്റ്റ് റൂൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സെപ്ഷൻസിലേക്ക് പോകുന്നതായിരിക്കും. ഓൾ റൈറ്റ്. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ഉറപ്പായിട്ടും ചെയ്യുക. കാരണം കമന്റ് വഴിയാണ് നിങ്ങളുടെ ക്വയറീസ് അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ 30 days ഫ്രീ ട്രയൽ രജിസ്റ്റർ ചെയ്യാൻ visit capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.